ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ചലിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അനേകായിരം ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിന്റെയും അഡ്മിന്മാർ ചില നിബന്ധനകൾ പുറപ്പെടുവിക്കുന്നത് കേൾക്കാം. ഈ ഗ്രൂപ്പിൽ മതവും രാഷ്ട്രീയവും അനുവദനീയമല്ല എന്ന്. എന്നാൽ മതവും രാഷ്ട്രീയവും ഇല്ലാതെ ഈ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നാം ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ അമ്മമാരുടെ അമ്മിഞ്ഞ പാലിനോടൊപ്പം അവരുടെ മതം ഏതാണോ ആ മതം കൂടി ചാലിച്ച് കഴിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. അവർ മുതിരുമ്പോൾ അവരുടെ രാഷ്ട്രീയവും. അതോടൊപ്പം നമ്മൾ അറിവ് നേടാൻ തുടങ്ങും. കുറച്ചു പേരൊക്കെ അറിവിന് 4 തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും. അതിൽ ഒന്നാമത്തേത് വിവരശേഖരണമാണെന്നും, രണ്ടാമത്തേത് അതിൻ്റെ വ്യാഖ്യാനമാണെന്നും, മൂന്നാമത്തേത് അതിൻ്റെ വിമർശനമാണെന്നും മനസ്സിലാക്കും. അവിടവും കഴിഞ്ഞ് കുറച്ചു പേർക്കൊക്കെ മാത്രമേ ലാളിത്യം എന്ന 4ാമത്തെ ഘടകത്തിലേക്ക് കടക്കാനാകൂ. അങ്ങനെ കടക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ മതം എന്നുള്ളത് ഒരു സംസ്കാരമാണെന്നും, ദൈവം എന്നുള്ളത് സ്നേഹമാണെന്നും, രാഷ്ട്രീയം എന്നുള്ളത് നന്മയാണെന്നും ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ അന്യരെ തമ്മിൽ ഒരാളായി ചേർത്ത് നിർത്താനാവുകയുള്ളൂ. അവരെയാണ് സമൂഹത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്.